ഇപ്പോൾ ജില്ലാ കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനത്തിന് എപ്പോഴും എല്ലാ ദിവസവും അവർ നേതൃത്വം നൽകുന്നതാണ്, ഈ മേഖലയിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ കൂടി ചേരുന്നുണ്ട്. മാഡം, ഇന്നലെ നടത്തിയ തെരച്ചിൽ കാര്യമായി ഒരു ബോഡി മാത്രമാണ് ഇവിടുന്ന് റിക്കവർ ചെയ്യാൻ കഴിയുന്നത്. എങ്ങനെയുണ്ട് ഈ സൈഡിൽ നമുക്ക് ഒരു ബോഡി കിട്ടി, പക്ഷേ മലപ്പുറം സൈഡ് നമുക്ക് 3 കിട്ടി. കുറച്ച് ബോഡി പാർട്സും കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടൽ 4 ആണ് നമുക്ക് ഇന്നലത്തെ റിക്കവറി. എന്തായാലും നമ്മൾ ഇന്ന് ആസ് പെർ ദ പ്ലാൻ, നമ്മൾ ആക്ഷൻ പ്ലാൻ പ്രകാരം വി ആർ കണ്ടിന്യൂയിങ് ദ സെർച്ച് ഓപ്പറേഷൻസ്. ഓക്കെ, സോ ഞാൻ എല്ലാ സമയം ഞാൻ പറയുന്നുണ്ട്, ഫസ്റ്റ് ഡേ നമ്മൾ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു, ആ സമയത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഉള്ള സമയത്തിൽ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു, ആ സമയത്തിൽ തന്നെ നമ്മൾ സെർച്ച് ഓപ്പറേഷൻസ് നിർത്തിയിട്ടില്ല. സോ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സേഫ് ഫോർ ദ പീപ്പിൾ who conduct the rescue operations, we are going to continue. അതിലെ ഒരു ആശങ്ക വേണ്ട. സോ അതാണ് നമുക്ക് ഡയറക്ഷൻസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ സെയിം നമ്മൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയ പോലെ തന്നെ സെർച്ച് ഓപ്പറേഷൻസ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ ഡിപ്ലോയ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഇന്ന് കൃത്യമായിട്ട് വോളണ്ടിയേഴ്സുടെ എണ്ണം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ റെസ്ക്യൂ ചെയ്യാൻ പോയിട്ടുള്ള 3 ആൾക്കാരും കുറച്ച് ദേ ഗോട്ട് സ്റ്റക്ക്. സോ അവരെ വീണ്ടും നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടി വന്നു. സോ എത്ര ആൾക്കാർ പോകുന്നുണ്ട് അത്ര ആൾക്കാർ സേഫായിട്ട് തിരിച്ചു വരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ, കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം. സോ ദാറ്റ് ഇസ് വൈ വി ആർ ഓൾസോ എൻഷുറിംഗ് ദാറ്റ് വി ഹാവ് ദ എക്സാക്ട് കൗണ്ട് എത്ര ആൾക്കാർ വരുന്നുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ ഈ ചാലിയാർ റിവറിൻ്റെ സ്ട്രെച്ച് ഉണ്ടല്ലോ 40 കിലോമീറ്റേഴ്സ്, അവിടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും ലോക്കൽ പോലീസും പിന്നെ അതല്ലാതെ ലോക്കലിൻ്റെ പഞ്ചായത്തിൻ്റെ ആൾക്കാരും ഒരു ശക്തമായിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻസ് അവർ നടക്കുന്നുണ്ട്. സോ എല്ലാ വോളണ്ടിയേഴ്സൊക്കെ എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ അവിടെയും ഇന്ന് ചെയ്യും. പിന്നെ റഡാർസ് എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ഒരു ഏരിയൽ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു ചാലിയാർ റിവർ സൈഡിൽ. സോ യൂസിങ് ഓൾ ദ ടെക്നോളജീസ്, ലോക്കൽ ഇൻ്റലിജൻസ് ഫോഴ്സസ്, ലോക്കൽ പോലീസ്, ലോക്കൽ പീപ്പിൾ, നമ്മൾ ശക്തമായിട്ടുള്ള സെർച്ച് ഓപ്പറേഷൻസ് തുടരുന്നുണ്ട്. അതെ, സോ അത് നമ്മൾ ഇന്നലെ ഫുൾ നമ്മുടെ അസിസ്റ്റന്റ് കളക്ടർ ഫുൾ മേപ്പാടി പഞ്ചായത്തിൽ ഹി വാസ് ഹിയർ. സോ ഹി വാസ് സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് ടു നമുക്ക് എത്ര ആൾക്കാരും മിസ്സിംഗ് എന്താണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്, അവരെ നമ്മൾ തിരിച്ച് വിളിച്ചു. ഓരോരാളിനും തിരിച്ച് വിളിച്ചിട്ട് ആരൊക്കെ മിസ്സിംഗ് ആണ് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു, അവരുടെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ എല്ലാം എടുത്തു. സോ ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതൊന്ന് ഫൈനൽ ആക്കിയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. അത് കുറച്ചും കൂടി നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലേക്ക് എത്താൻ കുറച്ചും കൂടി നമുക്ക് ശ്രമം വേണം. ബിക്കോസ് പല സ്ഥലത്തിൽ നിന്നും വിളിക്കുന്നുണ്ട്. US സിറ്റിസൺസ് ആരെങ്കിലും ഉണ്ടായിരുന്നു, പിന്നെ മറ്റു സ്ഥലത്തിൽ നിന്നും തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടായിരുന്നു, കർണാടക ആരെങ്കിലും ഉണ്ടായിരുന്നു, തമിഴ് ആൾക്കാർ എന്തെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആശങ്ക ഉണ്ട്. ഡെഫിനറ്റ്ലി വി അണ്ടർസ്റ്റാൻഡ്. ബട്ട് സ്പെഷ്യൽ ടീം ഇസ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ഓൺലി ഓൺ ദാറ്റ്. ഇപ്പോൾ നേരത്തെ ഒരു കണക്ക് വന്നതിലൊക്കെ ചില പ്രശ്നങ്ങൾ, അതായത് ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യം. ഇപ്പോൾ ഇനി എത്രയാണ് അത്തരത്തിലുണ്ടായത്, ഇനി എപ്പോഴാണ് അതിൻ്റെ ക്രിമേഷൻ കാര്യങ്ങളൊക്കെ? അത് നമ്മൾ വളരെ കൃത്യമായിട്ട് രാവിലെ ഞാൻ നിങ്ങൾക്ക് ബ്രീഫ് ചെയ്യും. 5 മണിക്ക് എല്ലാ മന്ത്രിമാരും ക്യാബിനറ്റിൻ്റെ ഉപസമിതി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രസ് റിലീസ് കൊടുക്കുന്നുണ്ട്, ബ്രീഫിംഗ് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്തിൽ ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത വന്നപ്പോൾ ആൾക്കാരും വെറുതെ ഒരു പാനിക് സിറ്റുവേഷനാണ്. വി ഷുഡ് ബി വെരി സെൻസിറ്റീവ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇത് ആൾക്കാർ അവരെ പ്രിയപ്പെട്ടവരും അവരുടെ ഫാമിലീസൊക്കെയാണ് മിസ്സായിട്ടുള്ളതും പിന്നെ പറ്റിയത്. സോ അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സമയത്തിൽ വളരെ ഒരു കൃത്യമായിട്ട് എണ്ണം നമ്മൾ തരുന്നുണ്ടല്ലോ. നമ്മളെ വി ആർ ഓൾവേസ് ബിലീവ് ഇൻ ദറ്റ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. സോ വി ആർ ഓൾവേസ് അപ്ഡേറ്റിംഗ്, കോൺസ്റ്റന്റ്ലി വി ആർ ഗിവിംഗ് യു ഇൻഫർമേഷൻ. ആ സമയത്തിൽ ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത വന്നത് കുറച്ച് പാനിക് ക്രിയേഷൻ ആയി അവിടെ എല്ലാ ആൾക്കാർക്കും. നമ്മളെ അറിയാതെ ഇവർ മറവ് ചെയ്യുന്നുണ്ടോ, ഇതെന്താണ്, അങ്ങനെ ഒരു ഇതായി. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഇത് എല്ലാ ദിവസം 10 മണിക്ക് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഹെഡഡ് ബൈ ദ ചീഫ് സെക്രട്ടറി റിവ്യൂ ചെയ്യാറുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. CM തലത്തിലെ റിവ്യൂസ് നടക്കുന്നുണ്ട്. ഇവിടെ മന്ത്രിമാർ ക്യാബിനറ്റിന്റെ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉള്ള സമയത്തിൽ വി വിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ഓൾ ദീസ് ആസ്പെക്ട്സ്. പിന്നെ നമുക്ക് SOP കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോഡി ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങിയല്ലേ, അങ്ങനെ ഉള്ള ബോഡി നമുക്ക് കൂടുതൽ സമയം നമുക്ക് വെക്കാനാവില്ല. അങ്ങനെയുള്ള ബോഡീസ് നമ്മൾ ക്വിക്ക് ഡിസ്പോസലാണ് നമ്മൾ ചെയ്യും. ആ ക്വിക്ക് ഡിസ്പോസൽ ചെയ്യുന്ന
സമയത്തിലും സർവ്വധർമ്മ മത പ്രാർത്ഥന ചെയ്തിട്ട് എല്ലാ ആൾക്കാരുടെ സമക്ഷത്തിലെ അവരെ ആരെങ്കിലും ലോക്കലായിട്ട് ആയിട്ടുള്ള ആൾക്കാരും പഞ്ചായത്തിൻ്റെ ആൾക്കാരും ലോക്കൽ ജനപ്രതിനിധികളും അവരുടെ മുമ്പാകത്തിലെ വിത്ത് ഓൾ ദ ഹോണേഴ്സ് സ്റ്റേറ്റ് ഓണേഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ മറവ് ചെയ്യുന്നത്. പിന്നെ അവരുടെ എല്ലാ ഐഡൻറ്റിറ്റിയും സാമ്പിളും DNA അനാലിസിസും ഒക്കെ എല്ലാം ചെയ്തത് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡും വെക്കുന്നുണ്ട്. ഭാവിയിലെ ആരെങ്കിലും ക്ലെയിം ചെയ്താലും അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം, ഇവിടെയാണ് നമ്മൾ മറവ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രേയേഴ്സ് ഓഫർ ചെയ്യാനോ എന്തെങ്കിലും നമുക്ക് അവർക്ക് അവസരമുണ്ടല്ലോ. പിന്നെ രണ്ടാമത്തത് ഈ അൺഐഡൻറ്റിഫൈഡ് ബോഡീസാണ്. സോ ആ ഐഡൻറ്റിഫൈഡ് ബോഡീസിൻ്റെ നമ്മൾ ഇന്ന് ഒന്നും കൂടി തവണ നമുക്ക് കുറേ ആൾക്കാർ മിസ്സിങ് എന്താണ് വിളിച്ചിട്ടുണ്ടല്ലോ, അവരെല്ലാവരും നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് അവരെ ഈ DNA സാമ്പിൾ എടുക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ലാതെ ബോഡീസിൻ്റെ DNA സാമ്പിൾ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ വീണ്ടും കൺഫ്യൂഷൻ വേണ്ട. സോ ഇന്ന് മിസ്സിങ് എന്താണ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഏകദേശം ഒരു കണക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ DNA സാമ്പിളിങ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു SOP നമുക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛനോ അമ്മയോ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് സിബ്ലിങ്സ് അതിനുശേഷം മക്കൾ കുട്ടികളും അങ്ങനെയുള്ള ഒരു ഇതിൽ ഓർഡേഴ്സിൽ നമ്മൾ അത് ചെയ്യാൻ പോകുന്നുണ്ട്. അതല്ലാതെ ബോഡീൻ്റെ കൂടെയുള്ള ഈ ഓർണമെൻറ്റ്സ് പിന്നെ ഈ ബോഡിയുടെ ഡിഫറെൻറ്റ് ആംഗിൾസിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് അതൊക്കെ എല്ലാം നമ്മൾ വളരെ ഒരു കൗൺസിലിംഗ് ചെയ്തിട്ട് അവർക്കൊന്ന് കുറച്ച് കാണിച്ചിട്ടോ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഒന്നും നോക്കിയിട്ടോ അങ്ങനെ അവർ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ ബോഡി കൈമാറിയിട്ട് അവർക്ക് വിത്ത് ഓൾ റെസ്പെക്ട്സ് അവർക്ക് മറവ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കും. അത് ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് ഇഫ് നോബഡി ഈസ് ഐഡൻറ്റിഫൈങ് ദ ബോഡീസ് നമുക്ക് പെർപെച്വലി നമുക്കത് വെക്കാനാവില്ല. അത് നമ്മൾ വിത്ത് ഓൾ ദ ഹോണേഴ്സ് സർവ്വധർമ്മ മത പ്രാർത്ഥന വിത്ത് ലോക്കൽ സപ്പോർട്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് മറവ് ചെയ്യും. ഇത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും 5 മണിക്ക് നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻ തരും. all of you have been really cooperating with us. I request so that fake news ingane varade oru panic create cheyanda. All of us are working really hard on this mission and we request your support on this. മേഡം ഒറ്റ കാര്യം, വിസിറ്റേഴ്സിൻ്റെ വരവ് ഇന്നലെ വലിയ തോതിൽ ഇവിടേക്ക് ആളുകൾ ഫ്ലഡാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിരുന്നു, അത് ഇന്ന് മുതൽ ഇമ്പോസ് ചെയ്യുമോ? എങ്ങനെയാണ്? ഓൾറെഡി അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസിലെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ നമുക്കത് നടക്കില്ല. ബിക്കോസ് അവർക്കാണ് കൃത്യമായിട്ട് ഇവിടുത്തെ ടെറേൻ അറിയൂ, ഇത്ര വലിയ ഒരു സ്ട്രെച്ചാണ് നമുക്ക് ഉള്ളത്. സോ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാതെ ആദ്യത്തിലെ ഏറ്റവും ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്തത് ലോക്കൽ എയ്ഡ്സ് ആണ്. ബിഫോർ വി കുഡ് ഈവൻ എസ്റ്റാബ്ലിഷ് ദ ബ്രിഡ്ജ് ഒരുപാട് ആൾക്കാരെ നമ്മൾ 98% ആൾക്കാരെ നമ്മൾ റെസ്ക്യൂ ചെയ്തു വിത്ത് വാട്ട് എവർ മിനിമൽ റിസോഴ്സസ് വി ഹാഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ എയ്ഡ്സ് ഓഫ് കോഴ്സ്. സോ നമ്മൾ അങ്ങനെ ഒരു വലിയൊരു റെസ്ട്രിക്ഷൻ നമുക്ക് ചെയ്യാനാവില്ല. ഇവിടുത്തെ ആൾക്കാരാണ്, അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. അവർ പറയും എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്, എൻ്റെ ബ്രദറിന്റെ ബോഡി കിട്ടുന്നില്ല, അപ്പൊ അവരെ വിഷമം ഉണ്ടാവുമല്ലേ. പക്ഷേ ഇവിടുന്നുള്ളവരുടെ പ്രശ്നമല്ല ഇത്. മറ്റ് ഈ ജില്ലയ്ക്ക് പുറത്തുനിന്ന് ആളുകൾ കോഴിക്കോട് നിന്നൊക്കെ ഈ ഒരേ യൂണിഫോം ധരിച്ച് കുറെ ആളുകൾ ഇങ്ങനെ കയറി പോരുന്നു. അവർക്ക് അവർ തന്നെ ഉണ്ടാക്കുന്ന അവർ തന്നെ ഉണ്ടാക്കുന്ന ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നമ്മൾ പോകാൻ നമുക്ക് സമ്മതിക്കാൻ പാടില്ല. നമുക്ക് ലോക്കൽ ഇന്റലിജൻസ് ഉണ്ട്, ഇവിടുത്തെ ആൾക്കാരെ അറിയൂ ആരാണ് ശരിക്കും പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതും ആരാണ് വെറുതെ പോകുന്നതും. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ നമ്മൾ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. യെസ്, അല്ല പത്രത്തിലെ അങ്ങനെ ഒരു വാർത്ത വന്നു, നമ്മൾ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള എല്ലാ ബോഡീസും മറവ് ചെയ്തു എല്ലാം വാർത്ത വന്നു അല്ലേ. അപ്പോൾ ആൾക്കാരിനെ അതൊരു വിഷമല്ലേ, ക്യാമ്പിലുള്ള ആൾക്കാരിനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. നമ്മൾ പറഞ്ഞ അതെ ഒരു മറവ് ചെയ്തു, നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. മിനിയാന്ന് നമ്മൾ 3 മറവ് ചെയ്തു, എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ മീഡിയൻ്റെ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലോക്കൽ പഞ്ചായത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ റീത്ത് വെച്ചിട്ട് വിത്ത് സ്റ്റേറ്റ് ഹോണേഴ്സ് നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇന്നലെ നമ്മൾ 2 മറവ് ചെയ്തു. സോ ഇതുവരെ 5 നമ്മൾ മറവ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദ ബോഡി വാസ് ഡികമ്പോസിങ്. അങ്ങനെയുള്ള ബോഡീസ് നമുക്ക് വെക്കാനാവില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള SOP പാലിച്ച് തന്നെ ചെയ്യും. എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാ സമയത്തിലും തരും. താങ്ക് യു.